നമസ്കാരം. ഓപ്പറേഷൻ തൂഫാൻ കേരളത്തിലെ ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനത്തെ ലഹരിമുക്തമാക്കുവാൻ വേണ്ടി നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ്. ആ പദ്ധതിയുടെ പ്രചാരകരായി നിരവധി സെലിബ്രിറ്റികളും രാഷ്ട്രീയ നേതാക്കളും സാമുദായിക നേതാക്കളും അണിനിരക്കുന്നുണ്ട്. അവരെ ആഭ്യന്തര മന്ത്രാലയം പ്രത്യേകമായി ക്ഷണിക്കുന്നുമുണ്ട്. ആ ക്ഷണത്തിൽ ഏറ്റവും അവസാനമായി നടന്നൊരു ക്ഷണം വളരെ കൗതുകമുണർത്തുന്നൊരു ക്ഷണമാണ്. അത് കൗതുകമുണർത്തുവാനുള്ള കാരണം ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. ആ ക്ഷണം ആരായിരുന്നു എന്ന് ചോദിച്ചാൽ സമസ്തയുടെ നേതാവായ ജിഫ്രി മുത്തുക്കോയെ ആഭ്യന്തര മന്ത്രാലയം, കേരളത്തിലെ ആഭ്യന്തര വകുപ്പ്, മന്ത്രാലയമല്ല ക്ഷമിക്കണം, ആഭ്യന്തര വകുപ്പ് ഔദ്യോഗികമായി ക്ഷണിച്ചു ഈ ഓപ്പറേഷൻ തൂഫാൻ എന്ന പദ്ധതിയുടെ ഭാഗമാകുവാൻ വേണ്ടി. അപ്പോൾ ആ ക്ഷണത്തെ സംബന്ധിച്ച് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന പ്രസിഡന്റ് RV ബാബു വളരെ രസകരമായൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൻ്റെ ഒരു രത്നച്ചുരുക്കം പറഞ്ഞാൽ, ജിഫ്രി മുത്തുക്കോയെ ഈ ഒരു പദ്ധതിയുടെ പ്രചാരകനായി ക്ഷണിച്ചത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് വിപണനത്തിൽ പിടിയിലാകുന്നവരിൽ ഭൂരിഭാഗവും. അത് ആ സമുദായത്തിന് തന്നെ നാണക്കേടാണ്. ഇത്തരത്തിലാണ് ആ പോസ്റ്റിൻ്റെ ഒരു ഉള്ളടക്കം. ഞാൻ ആ പോസ്റ്റ് പ്രേക്ഷകരുമായിട്ടൊന്ന് വായിച്ച് പങ്കുവയ്ക്കാം. വളരെ ചെറിയൊരു പോസ്റ്റാണ്. അതിനുശേഷം നമുക്ക് മറ്റ് കാരണങ്ങളിലേക്ക് വരാം. കുറച്ച് കൗതുകരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ശ്രീ RV ബാബുവിൻ്റെ പോസ്റ്റ് ഇങ്ങനെയാണ്: കേരളത്തിൽ ലഹരിമുക്തമാക്കുവാൻ ആഭ്യന്തര വകുപ്പ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ്റെ പ്രചരണാർത്ഥം സമസ്തയുടെ നേതാവ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ തന്നെ ആഭ്യന്തരമന്ത്രി കൂട്ടുപിടിച്ചത് നന്നായി. മറ്റു സമുദായ നേതാക്കളെക്കാൾ ഇക്കാര്യത്തിൽ മുൻകൈ എടുക്കേണ്ടത് സമസ്ത നേതാക്കളും കൂട്ടരുമാണ്. കാരണം സംസ്ഥാനത്ത് മയക്കുമരുന്ന് വ്യാപകമായി വിപണനം നടത്തുന്നവരും കള്ളക്കടത്തിലൂടെ കേരളത്തിലേക്ക് എത്തിക്കുന്നതും ഭൂരിഭാഗം പേരും തങ്ങളുടെ തന്നെ സമുദായത്തിൽപ്പെട്ടവരാണ് എന്നത് ആ സമുദായത്തിന് തന്നെ നാണക്കേടാണ്. മയക്കുമരുന്നായാലും തീവ്രവാദമായാലും അത് ഞമ്മൻ്റെ ആൾക്കാരറിയാതെ ഇവിടെ നടക്കില്ല എന്നാണ് നാട്ടുകാരുടെ അനുഭവം. ഇത്രയുമാണ് ആ പോസ്റ്റിൻ്റെ ഉള്ളടക്കം. ആലോചിച്ച് നോക്കുമ്പോൾ മീഡിയ വണ്ണിനെ പോലുള്ളവർ പറയുന്നുണ്ട് ഇതൊരു ആക്ഷേപമാണ്, ജിഫ്രി മുത്തുക്കോയെ ആക്ഷേപിച്ചു എന്ന് ഒക്കെ മീഡിയ വൺ അവകാശപ്പെടുന്നുണ്ട്. ഒറ്റ നോട്ടത്തിൽ പലർക്കും അത് ശരിയാണെന്ന് തോന്നാം. പക്ഷേ ഇതിനൊരു മറുവശമുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒന്ന് രണ്ട് കാരണങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇത്തരത്തിൽ പരിശോധിക്കേണ്ട കാരണങ്ങളുണ്ട് ഈ ശ്രീ RV ബാബുവിൻ്റെ പോസ്റ്റിന് പിന്നിലെന്നുള്ളത്. അതിലൊന്നാമത്തേത്, അദ്ദേഹം ഈ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരല്പം സർക്കാസ്റ്റിക്കായിട്ടാണ്, ഒരു ചെറിയ പരിഹാസത്തോടു കൂടിയാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും നിഷ്പക്ഷമായെന്ന് ആലോചിച്ചാൽ അതിൽ വസ്തുതകളില്ലേ? കാരണം ഈ ലഹരി മരുന്നുകളുടെ വിപണനത്തിൻ്റെ പേരിൽ പിടിയിലാകുന്നവരിൽ ഭൂരിഭാഗം പേരെയും നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. ഇപ്പോൾ അവർക്ക് തുണയായി ഹിന്ദു നാമധാരികളെയും ക്രിസ്ത്യൻ നാമധാരികളെയും ഒപ്പം കൂട്ടുന്നുണ്ടെങ്കിൽ പോലും പിടിയിലായവരിൽ ഭൂരിഭാഗവും ജിഫ്രി മുത്തുക്കോയുടെ സമുദായത്തിൽ നിന്ന് തന്നെ ഉള്ളവരാണ്. ഭീകരവാദത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. ഈ രണ്ട് പോയിന്റിലും, ഈ രണ്ട് കാര്യങ്ങളിലും, വസ്തുതകളിലും ശ്രീ RV ബാബു പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എന്നുള്ളത് കാലം, തെളിവുകൾ, ദൈനംദിനം എന്നോണം നമ്മുടെ മുൻപിൽ വരുന്ന വാർത്തകൾ, ഇവയെല്ലാം നമ്മുടെ മുൻപിൽ തെളിയിക്കുന്നു, ശരിവയ്ക്കുന്നു. RV ബാബു പറഞ്ഞ രണ്ട് ഘടകങ്ങളും ശരിയാണ്, രണ്ട് വസ്തുതകളും വസ്തുതകളാണ്, സത്യമാണ് എന്നുള്ളത്. അങ്ങനെ ഇരിക്കെ തന്നെ ഇതൊരു ആക്ഷേപമായി കണക്കാക്കേണ്ട കാര്യമൊന്നുമില്ല. ആത്മാർത്ഥമായി പറഞ്ഞാൽ ജിഫ്രി മുത്തുക്കോയയ്ക്ക് ഒരു അഭിനന്ദനം നൽകുന്നു ശ്രീ RV ബാബു എന്ന് വേണം ഇതിനെ കാണുവാൻ എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. കാരണം അടിസ്ഥാനപരമായിട്ട് ജിഫ്രി മുത്തുക്കോയ ഏത് സമുദായത്തെ പ്രതിനിധീകരിക്കുന്നു ആ സമുദായത്തിന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന പ്രവൃത്തികളാണ് ഈ മയക്കുമരുന്ന് വ്യാപാരവും ഭീകരവാദവും. ഇതിനെതിരെയെല്ലാം അദ്ദേഹം തന്നെ, ആ സമുദായത്തിലെ ഒരു നേതാവ്, തങ്ങളെന്നാണ് അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുന്നത്. അങ്ങനെ അഭിസംബോധന ചെയ്യപ്പെടുന്ന ജിഫ്രി മുത്തുക്കോയ ഇത്തരം പ്രവൃത്തികൾക്കെതിരെ ഒരു പ്രചാരകനായി പരസ്യമായി രംഗത്തിറങ്ങുകയാണെങ്കിൽ, ചിലരെങ്കിലും അത്തരത്തിലുള്ള പ്രവൃത്തികളിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ കേരള സമൂഹത്തെ സംബന്ധിച്ച് അത് വളരെ ആശാവഹമായിട്ടുള്ളൊരു കാര്യമാണ്, സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ശ്രീ RV ബാബുവിൻ്റെ ഈ പോസ്റ്റിനെ അധിക്ഷേപമായി കാണാതെ അഭിനന്ദനമായി കാണണമെന്നുള്ളതാണ്. അത് മീഡിയ വണ്ണിൻ്റെ കാര്യം വിട്ടേക്കൂ, ജിഫ്രി മുത്തുക്കോയുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൽ അതിനെ ഒരു അഭിനന്ദനമായി കാണണമെന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. തന്നെയുമല്ല, ഇത്തരം ക്ഷണം ലഭിച്ച സ്ഥിതിക്ക് ഒരു ഔപചാരികമായിട്ടുള്ള എന്തെങ്കിലും പ്രവൃത്തിയിൽ പ്രചാരണം ഒതുക്കരുത്. ഓപ്പറേഷൻ തൂഫാനെ വളരെ ഗൗരവമായി കണ്ട് അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങളിലും, ഈ പള്ളിയിലൊക്കെ പ്രസംഗങ്ങൾ നടത്തുകയും അദ്ദേഹം പല സമ്മേളനങ്ങളിലും എല്ലാം പോകുമല്ലോ, എല്ലാ സമ്മേളനങ്ങളിലും അദ്ദേഹം ശരിക്കും ഒരു
പരസ്യപ്രചാരകനായി തന്നെ മാറണം. ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ റോജർ ഫെഡറർ റോളക്സിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആയിരുന്നു. അല്ലെങ്കിൽ റാഫേൽ നദാൽ റിച്ചാർഡ് മിൽ എന്ന ഒരു വാച്ച് കമ്പനിയുടെ പ്രചാരകനായിരുന്നു. അദ്ദേഹം കളിക്കുവാനിറങ്ങുന്ന ഓരോ അവസരത്തിലും ആ വാച്ചുകൾ ഇവർ രണ്ടുപേരും യഥാക്രമം അതാത് വാച്ചുകൾ റോളക്സും റിച്ചാർഡ് മില്ലും കൈകളിൽ ധരിച്ചുകൊണ്ടാണ് കളിക്കുവാനിറങ്ങിയിരുന്നത്. അല്ലെങ്കിൽ കളിക്കളത്തിന് പുറത്ത് എവിടെയെങ്കിലും. റോളക്സ് ഉപയോഗിച്ച് ഫെഡറർ പലപ്പോഴും കളിക്കാനിറങ്ങിയിരുന്നില്ല. നദാലിൻ്റെ കാര്യത്തിൽ തിരിച്ചും. അത്തരത്തിലുള്ളൊരു പ്രചാരണം രീതി ജിഫ്രി മുത്തുക്കോയെ കയ്യിലെടുക്കണമെന്നാണ് എൻ്റെ ഒരു വിനീതമായ അഭിപ്രായം, എളിയ അഭിപ്രായം. കാരണം ഓരോ വേദികളിലും അദ്ദേഹം ഇത് എടുത്തെടുത്ത് പറയണം. നമ്മുടെ സമുദായത്തിലുള്ള ആളുകൾ ഇത്തരം ഹീനമായ പ്രവർത്തികളിൽ മയക്കുമരുന്ന് കച്ചവടം, ഭീകരവാദവും കൂടിയൊന്നും അതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്തുള്ളൂ. വെറുതെ ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമല്ല ഭീകരവാദത്തിനെതിരെയുള്ള പ്രവർത്തനമെങ്കിൽ പോലും വെറുതെ കിടക്കട്ടെ, പൊന്നും കുടത്തിന് പൊട്ടുപോലെ. ഇത്തരം ഹീനമായ പ്രവർത്തികളിൽ ഒരിക്കലും ഏർപ്പെടുവാൻ പാടില്ല. മതപരമായി അത് ശരിയല്ല എന്നുള്ളൊരു ബോധം ഇതുവരെ അവർ പഠിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി അവർക്ക് നൽകണമെന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. അതുകൊണ്ട് തന്നെ ശ്രീ ആർ.വി. ബാബു പറഞ്ഞ വസ്തുത പ്രകാരം ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ ജിഫ്രി മുത്തുക്കോയ തന്നെയാണ് ഈ പ്രചരണത്തിന് ഏറ്റവും യോഗ്യനായ ആൾ. മയക്കുമരുന്നിനെതിരെയുള്ള ഏറ്റവും ശക്തനായ മുന്നണി പോരാളിയായി ജിഫ്രി മുത്തുക്കോയ വരും ദിവസങ്ങളിൽ കേരളത്തിൻ്റെ മുൻപിൽ പടവാളുമായി നിൽക്കട്ടെ. ഈ ഓപ്പറേഷൻ തൂഫാനെ മുന്നിൽ നിന്ന് നയിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ സമുദായത്തിലുള്ള പുഴുക്കുത്തുകളെ തിരുത്തട്ടെ, അല്ലെങ്കിൽ ഇല്ലാതാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാനും ശ്രീ ആർ.വി. ബാബുവിനെ പോലെ പ്രത്യാശിക്കുന്നു. ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുമായി കമൻറ്റുകളിലൂടെ പങ്കുവയ്ക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നതിനോടൊപ്പം ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. ഒപ്പം തത്വമയി ന്യൂസിൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.